ചേട്ടാ ഒറ്റ ഷോട്ടിങ് അവര് മാത്രം മുമ്പ് എടുത്തിട്ട് ബാക്കിൽ ആമോദത്തോടെ വസിക്കും കാലം ആദിയും വ്യാധിയുമൊന്നുമില്ല പല മരണങ്ങൾ വൈപ്പിങ്കരയെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന കഴിഞ്ഞ 70 ദിവസത്തോളം അടച്ചു കിടന്നിരുന്ന ഗോശ്രീയിലെ ഈ നാഷണൽ ഹൈവേയുടെ 2ാം പാലം ഇന്ന് തുറക്കുകയാണ്. അത് ഫ്രാഗ് എന്ന് പറയുന്ന വൈപ്പിൻകരയിലെ 300ഓളം വരുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയായ ഫ്രാഗിൻ്റെ നേതൃത്വത്തിലാണ് വൈപ്പിലെ മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും കൂട്ടായ സഹകരണത്തോടെ നമ്മൾ പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാക്കിയത്. ഇപ്പോൾ അത് പൂർത്തിയാവുകയാണ്. ഇന്നു മുതൽ 2ാം പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി വൈപ്പിൻകരയിലെ വലിയൊരു തിരക്ക് ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ഇത് അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് താൽക്കാലിക പരിഹാരം മാത്രമാണ്. മുനമ്പ് അഴീക്കോട് പാലം വന്നാൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് വീണ്ടും വൈപ്പിൻകരയിലൂടെ പോകാൻ പോകുന്നത്. അതുകൊണ്ട് സമാന്തര പാലം എന്നുള്ള ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള വൈപ്പിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തോടുകൂടി അത് നേടിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് ഞങ്ങൾ കാണുന്ന. അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കാണും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സ്ഥലങ്ങളിലും 2 സമാന്തര പാലങ്ങൾക്കുള്ള സ്ഥലം ഓൾറെഡി ജിഡ ഏറ്റെടുത്ത് കിടക്കുന്നതാണ്. അതിൻ്റെ ഫണ്ടും ജിഡയുടെ ഭാഗത്തു നിന്ന് ഉള്ളതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെട്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണണം എന്നുള്ള ഒരാവശ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്.